എറണാകുളത്ത് വീണ്ടും കുർബാന തർക്കം. കാലടി താന്നിപ്പുഴ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി. വൈദികൻ സിനഡ് കുർബാന നടത്താൻ ശ്രമിച്ചത് വിശ്വാസികൾ എതിർത്തതിന് പിന്നാലെയാണ് സംഘർഷം. അംഗീകരിച്ചതും കൽപ്പിച്ചതുമായിട്ടുള്ള കുർബാന മാത്രമേ നമ്മുടെ പള്ളിയിൽ അർപ്പിക്കാവൂ എന്നാണ് അവർ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക വിശ്വാസത്തനുസരിച്ച് ഉള്ള കുർബാന ചെല്ലാവൂ. ഒപ്പം തന്നെ വേറൊരു ഗ്രൂപ്പ് വന്ന് ജനാഭിമുഖ കുർബാന മാത്രമേ ഇവിടെ ചെല്ലാവൂ എന്ന് പറഞ്ഞ് മറുവശത്ത് നിൽക്കുന്നു. രണ്ടു കൂട്ടർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സഭയുടെ അംഗീകാരമുള്ള കുർബാനയെ നമ്മുടെ ഈ പള്ളിയിൽ ചെല്ലാമെന്നുള്ള നിർബന്ധവും ഒപ്പം തന്നെ വിവരങ്ങളുമായി അശ്വതി എട്ടി കൂടി ചേരുകയാണ്. അശ്വതി, ലോക സമാധാനത്തിനായുള്ള ക്രിസ്തുവിന്റെ പ്രതീകത്തിന് മുന്നിലാണ് ഇത്തരത്തിൽ വിശ്വാസികൾ ചെറിയൊരു തർക്കത്തിനായി കായികമായി അടികൂടുന്നത്. അതൊരു പ്രധാനപ്പെട്ട പൊതുവിഷയം. പക്ഷേ ഈ വിഷയത്തിലേക്ക് ആഴത്തിലെത്തിയത് ഏത് പള്ളിയിലാണ്? എന്തൊക്കെയാണ് ഈ സിനഡ് കുർബാന, ജനാഭിമുഖ കുർബാന തമ്മിലുള്ള തർക്കത്തിന്റെ ഇപ്പോഴത്തെ ഈ വിവരങ്ങൾ? ജിംഷാദ്, രാവിലെ പറവൂർ കോട്ടക്കാവ് ഇടവകയിലാണ് ഒരു പ്രശ്നമുണ്ടായത്. അതിലാണ് ഈ വൈദികന്റെ പ്രസംഗം അതായത് അറിയിപ്പ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത് പറവൂർ കോട്ടക്കാവ് ഇടവകയിലുള്ള പള്ളിയിൽ വെച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് രാവിലെ 5:30 കൂടിയുള്ള കുർബാനയിലാണ് ഈ വിഷയമുണ്ടായത്. മറ്റൊന്ന് കാലടി താന്നിപ്പുഴ പള്ളിയിലാണ്. താന്നിപ്പുഴ പള്ളിയിലാണ് കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇടപെടലും മറ്റും ഉണ്ടായിരിക്കുന്നത്. അവിടെ വലിയ സംഘർഷമാണ് രാവിലെ ഉണ്ടായത് ഈ കുർബാനയുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഏത് കുർബാന ചൊല്ലിയാലും, അതായത് വൈദികർ ഏത് കുർബാന ചൊല്ലിയാലും എതിർ വിഭാഗം അതിനെ ശക്തമായ രീതിയിൽ അതിനോട് എതിർക്കുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. വൈദിക സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ്. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. 400 വൈദികർ ഒരുമിച്ച് ജനാഭിമുഖ കുർബാനയൊക്കെ തന്നെ കാക്കനാട് വെച്ച് ചൊല്ലിയതൊക്കെ കണ്ടതാണ്. ആ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ സിനഡ് കുർബാന അർപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ അതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. തിരിച്ചാണെങ്കിലും ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഏത് കുർബാന അർപ്പിച്ചാലും അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നതാണ് നിലവിൽ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറവൂർ കോട്ടക്കാവ് ഇടവകയിൽ ഇനി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കില്ല എന്നാണ് നിലവിൽ ഇവിടുത്തെ വികാരി അറിയിച്ചിരിക്കുന്നത്. അതായത് സിനഡ് കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇനി അവിടെ മറ്റു കുർബാനകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം 25-ാം തീയതി മുതൽ സിനഡ് കുർബാന അർപ്പിക്കണം, ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നതാണ് നിർദ്ദേശം. പക്ഷേ പള്ളികളിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ, ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെത്രാൻ ഉപസമിതിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള കണ്ടീഷനുകൾ, അതായത് ഒരു കുർബാന മാത്രം സിനഡ് കുർബാന അർപ്പിക്കാം, പിന്നീടുള്ളവയെല്ലാം ജനാഭിമുഖ കുർബാന ആയിരിക്കണം എന്നതാണ് അവരുടെ നിലപാട്. ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ മറ്റെല്ലാ പള്ളികളിലും വളരെ രൂക്ഷമായ രീതിയിൽ ഇത് വ്യാപിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഉണ്ടായ ഒരു കുർബാന അർപ്പണത്തിന് ശേഷം ഇതിന്റെ ഒരു വ്യാപ്തി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നിരവധി പ്രശ്നങ്ങൾ വിവിധ പള്ളികളിലായിട്ട് ഇപ്പോൾ നടക്കുന്നു എന്നതാണ് പ്രശ്നം. ഓരോ പള്ളികളിലും രാവിലെ കുർബാന അർപ്പിക്കാനായിട്ട് വൈദികർ എത്തുമ്പോൾ മറുവിഭാഗം പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഏത് കുർബാനയാണെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. ഇന്ന് തന്നെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് കാലടി താന്നിപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലാണ്
ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാലടി താണിപ്പുഴ അങ്ങനെയാണ് ശരിക്കും പേര്. കുർബാന തടസ്സപ്പെടുത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ കൂനത്താൻ ജോസഫ് എന്ന ആളാണ് ഈ അൾത്താരയിൽ വെച്ചിരിക്കുന്ന ഈ വിളക്ക് എടുത്ത് പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് നമുക്ക് ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു അക്രമത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ ഭാഗത്തു നിന്നാണ്. ആൾത്താരയിൽ വെച്ചിരിക്കുന്ന തിരിക്കാലെടുത്ത് അടിക്കാൻ വരുന്നത് ഇയാളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്ര വലിയ രൂക്ഷമായ രീതിയിലേക്ക് അൾത്താരയിൽ നിന്ന് വിളക്കെടുത്ത് അടിക്കാനായിട്ട് ചെല്ലുന്ന രീതിയിലേക്കൊക്കെ ഈ പ്രശ്നങ്ങൾ പോകുന്നു. പോലീസ് ഇടപെടലുകൾ ഉണ്ടാകുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ നിന്നും ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ആരൊക്കെ സിനഡ് കുർബാന അർപ്പിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട് എന്നും ഈ ഘട്ടത്തിൽ നമുക്ക് അനൌദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളും വത്തിക്കാന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാലടി താന്നിപ്പുഴ പള്ളിയിൽ വിശ്വാസികളെ ഏറ്റുമുട്ടി സിനഡ് കുർബാന നടത്താനുള്ള വൈദികന്റെ ശ്രമം എതിർത്ത് വിശ്വാസികൾ, ഒപ്പം തന്നെ വൈദികനെ പിന്തുണച്ച ആളുമായി പള്ളിക്കകത്ത് ഏറ്റുമുട്ടൽ. അതാണ് താന്നിപ്പുഴ പള്ളിയിലുള്ള പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് പള്ളികളിലാണ് ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ്. ശരി, അശ്വതി എട്ടിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളത്ത് താന്നിപ്പുഴ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏകീകൃത കുർബാനയെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ഈ പാപ്പായുടെ നിർദ്ദേശപ്രകാരം സെനഡ് കുർബാന ചെല്ലുമെന്ന് വൈദികൻ അറിയിച്ചതിനെ തുടർന്നാണ് ഒരു വിഭാഗം ഏറ്റുമുട്ടലിനായി തയ്യാറെടുത്തത്. ജനാഭിമുഖ കുർബാനയ്ക്ക് പക്ഷം പിടിക്കുന്നവരാണ് ഇത്തരത്തിൽ ഒരു വിവാദവുമായി എത്തുന്നത്, കായികമായ നേരിടലിലേക്ക് നീങ്ങുന്നത്. ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നപരിഹാരത്തിന് സംഘർഷത്തിനും അയവ് വരുത്തിയത്. ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് അശ്വതി എട്ടി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. കൊച്ചിയിൽ 10 വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി ഇന്ന് വിധി പറയും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 2021 വൈകിയെ